നമ്മൾ ബ്രിട്ടീഷ് ഹിസ്റ്ററിയിലെ പുതിയൊരു പാഠത്തിലേക്ക് പോവാണ്. ട്രാൻസിഷൻ ടു മോഡേൺ പീരിയഡ്. അപ്പൊ ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞത് ഏർലി ഹിസ്റ്ററി ഓഫ് ബ്രിട്ടൻ ആണ് അല്ലെ. ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ റോമൻ കോൺക്വസ്റ്റ്, സെൽറ്റിക് കമ്മ്യൂണിറ്റി, ആംഗ്ലോ സാക്സൺസ്, അതുപോലെ തന്നെ വിക്കിംഗ് കോൺക്വസ്റ്റ് തുടങ്ങിയ കാര്യങ്ങൾ. രണ്ടാമത്തെ ചാപ്റ്റർ ആയപ്പോൾ നമ്മൾ പറഞ്ഞത് മിഡീവിയൽ ഇംഗ്ലണ്ട് അല്ലെ. ആദ്യത്തതിൽ നിന്ന് മാറി ഒരു മധ്യ കാലഘട്ടത്തിലുള്ള ഇംഗ്ലണ്ടിനെ കുറിച്ചാണ് പറഞ്ഞത്. അതിൽ നമ്മൾ ഫ്യൂഡലിസം ആണ് പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്തത്. ഫ്യൂഡലിസം, അതുപോലെ തന്നെ ക്രൂസൈഡ്സ്, കുരിശുദ്ധങ്ങൾ പറഞ്ഞു, അതുപോലെ മാഗ്ന കാർത്ത തുടങ്ങിയ കാര്യങ്ങൾ. പിന്നെ നമ്മൾ അതിൽ പ്രധാനമായിട്ട് പറഞ്ഞ വേറൊരു കാര്യം എന്ന് പറയുന്നത് ചേർച്ചും അതുപോലെ തന്നെ കിങ്ങും തമ്മിലുള്ള ഫൈറ്റ് അല്ലെ, തോമസ് ബേക്കറ്റിന്റെ കാര്യം. പിന്നെ പറഞ്ഞത് മിഡീവിയൽ ലൈഫ് ആൻഡ് സൊസൈറ്റി എന്നുള്ള മൂന്നാമത്തെ പാഠമാണ്. അതാണ് നമ്മൾ വാർ ഓഫ് റോസസ്, അതിന്റെ റിസൾട്ട്. ആ പാഠത്തിൽ നിന്ന് ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ചോദ്യം അത് തന്നെയാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് അവിടുത്തെ വൈക്ലിഫ്, ജോൺ വൈക്ലിഫ് എന്നുള്ള വ്യക്തിയെ കുറിച്ച്. അതും ഇമ്പോർട്ടന്റ് ആണ്, കാരണം അദ്ദേഹമാണ് ആദ്യമായിട്ട് ബൈബിളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അദ്ദേഹം ഒരു പുരോഹിതനായിരുന്നു. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ട്രാൻസിഷൻ ടു മോഡേൺ പീരിയഡ് ആണ്. ഇംഗ്ലണ്ട് എന്താവാണ്, മോഡേൺ ആയി മാറാൻ പോവുകയാണ്. ആദ്യം നമ്മൾ ഏർലി ഹിസ്റ്ററി, മിഡീവിയൽ ഇംഗ്ലണ്ട്, അതുപോലെ തന്നെ മിഡീവിയൽ ലൈഫ് ആൻഡ് സൊസൈറ്റി. നെക്സ്റ്റ് വൺ ഇസ് ട്രാൻസിഷൻ ടു മോഡേൺ പീരിയഡ്. ഇതിൽ നമ്മൾ പറയുന്നത് ഇംഗ്ലണ്ടിന്റെ ഒരു ഡിസ്കവറി. അവർ ശരിക്കും എങ്ങനെയാണ് ഇത്ര അഡ്വഞ്ചറസ് ആയിട്ട് പുതിയ പുതിയ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുന്നത്, എങ്ങനെയാണ് ഓരോ മാറ്റങ്ങൾ അവർക്ക് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഇന്നേ വരെ ഇല്ലാത്ത മാറ്റങ്ങളൊക്കെ നമ്മളിനി പഠിക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം നമുക്കറിയാം ഇംഗ്ലണ്ടിന്റെ ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമ്മൾ 3 ഘട്ടങ്ങളായിട്ടാണ് പഠിക്കുന്നത്. ഒന്ന് ആൻഷ്യന്റ്. ആൻഷ്യന്റ് എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ ഓരോ കാലഘട്ടത്തിലും അവിടത്തേക്ക് വന്നിട്ടുള്ള ആൾക്കാരെ കുറിച്ചാണ് പഠിക്കുന്നത്. കോൺക്വസ്റ്റ് ആണ് പ്രധാനമായിട്ട് പഠിക്കുന്നത്. മിഡീവിയലിൽ വരുമ്പോൾ നമ്മൾ അവിടുത്തെ ജീവിതമാണ് കാണുന്നത് അല്ലെ. ജനങ്ങൾ ഒരു മിഡിൽ ക്ലാസ്സിലേക്ക് മാറുന്ന ആ ഒരു രീതിയാണ് നമ്മൾ സെക്കൻഡിലും തേർഡിലും കണ്ടത്. അതുപോലെ തന്നെ ഒരു കിങ്ങും ചോച്ചും തമ്മിലുള്ള ഫൈറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കണ്ടത്. അപ്പൊ മോഡേൺ ഏജ് എന്ന് പറയുന്നത് ഒരു മാറ്റത്തിന്റെ പീരീഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. സോ ദ ബിഗിനിങ് ഓഫ് മോഡേൺ ടൈം. എങ്ങനെയാണ് ഒരു മോഡേൺ ടൈമിന് തുടക്കം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഇൻസിഡന്റ് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇൻസിഡന്റ് എന്ന് പറയുന്നത് കോൺസ്റ്റാന്റിനോപ്പിൾ. നമ്മളിത് ക്രൂസൈഡ്സ് പഠിക്കുമ്പോൾ പഠിച്ചായിരുന്നു. 4ാമത്തെ ക്രൂസൈഡിൽ പറയുന്നുണ്ട് കോൺസ്റ്റാന്റിനോപ്പിളിനെ പിടിച്ചടക്കുന്നതാണ് 4ാമത്തെ ക്രൂസൈഡിന്റെ ഭാഗം എന്ന്. അപ്പോൾ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചതോടുകൂടി എന്ത് ചെയ്തു, ഒരു പുതിയ എറ സ്റ്റാർട്ട് ചെയ്യാണ്. അതാണ് മോഡേൺ പീരിയഡ്. 1453 ഈ സംഭവം നടക്കുന്നത്. ഇതെന്തുണ്ടാക്കി, കാരണം ഇതോട് കൂടിയിട്ട് ജനങ്ങള് കൂടുതലായിട്ട് ഒരു നാഷണലിസം എന്നുള്ള ബോധമൊക്കെ വരുന്നത് ഇതിന് ശേഷമാണ്. അപ്പൊ അത്രയും കാലം ആളുകൾ വളരെയധികം സൂപ്പർസ്റ്റീഷ്യസും റിലീജിയസും ആയിരുന്നു അല്ലെ. നമ്മൾക്ക് ഓൾറെഡി അറിയാം ഒരുപാട് റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ വിശ്വസിക്കുന്ന ഒരു ജനവിഭാഗമായിരുന്നു ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ചേർച്ചുകൾ ഇത്രയും വളർന്നതും പോപ്പുലർ ആയതും അല്ലെ, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അതുപോലെ തന്നെ സൂപ്പർസ്റ്റീഷ്യസ് ആണ്, എല്ലാത്തിനോടും ഒരു അന്ധമായ വിശ്വാസം പുലർത്തിയിരുന്ന ജനങ്ങളായിരുന്നു ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്നത്. പിന്നീട് എന്താ ഉണ്ടായത്, പിന്നീട് ഇതെന്തിലേക്ക് മാറി, ഏജ് ഓഫ് റീസൺ ആൻഡ് റിവോൾട്ടിലേക്ക് മാറി. അപ്പൊ സൂപ്പർസ്റ്റിഷ്യൻ ആൻഡ് റിലീജിയസ് ആയിട്ടുള്ള ഇംഗ്ലണ്ടിലെ ജനങ്ങള് ഏജ് ഓഫ് റീസൺ ആൻഡ് റിവോൾട്ടിലേക്ക് മാറി. എല്ലാത്തിനും ഒരു കാരണം അന്വേഷിക്കാം, എന്തുകൊണ്ടാണ് ഇങ്ങനെ, അതാണ് റീസണിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റിവോൾട്ട്, എല്ലാത്തിനെതിരെയും പ്രതികരിക്കാൻ തുടങ്ങുന്ന ഒരു വിഭാഗമായിട്ട് മാറുന്നത് ഈ ഒരു പീരീഡിലാണ്. ഓക്കെ, ഇതെന്തിലേക്ക് മാറ്റി, ഇറ്റ് ഇസ് എ പീരിയഡ് ദാറ്റ് റെവല്യൂഷണറി ചേഞ്ച് took place in the attitude and life of Europeans. അപ്പോൾ യൂറോപ്യൻസിന്റെ ജീവിതത്തില് അവരുടെ ആറ്റിറ്റ്യൂഡിന് തന്നെ ഒരു മാറ്റം ഉണ്ടാക്കിയ പീരീഡ് ആണെന്നും കൂടി മനസ്സിലാക്കാം. ഈ ഒരു മാറ്റം എല്ലാ മേഖലയിലും നമുക്ക് പ്രകടമായിരുന്നു. അതിപ്പോ പൊളിറ്റിക്കൽ ആയിക്കോട്ടെ, എക്കണോമിക്കലി ആയിക്കോട്ടെ, കൾച്ചറലി, എവ്രിവെയർ നമുക്ക് ആ ഒരു മാറ്റം കാണാൻ വേണ്ടി സാധിച്ചിരുന്നു. റിലീജിയസ് ആയിട്ടും ഇന്റലക്ച്വൽ ലൈഫായാലും എക്കണോമിക് ആയാലും സോഷ്യൽ ആയാലും ഒക്കെ. അപ്പോ ഫ്യൂഡലിസത്തിന്റെ തകർച്ചയോട് കൂടിയിട്ട് ഇംഗ്ലണ്ടിൽ പുതിയൊരു രീതിയാണ് ഫോം ചെയ്യാൻ തുടങ്ങിയത്. ഒരു സോഷ്യൽ സെറ്റപ്പ് മാറി. അത്രയും കാലം അടിമകളെ പോലെ പണിയെടുക്കുക, മുതലാളിമാർ ജീവിക്കുക. അതായിരുന്നു ഫ്യൂഡലിസത്തിന്റെ ഒരു കുഴപ്പം.
അപ്പൊ അതിൽ നിന്ന് മാറ്റം ഉണ്ടായി. കാരണം എന്താണ്, പെസന്റ് റിവോൾട്ട് വന്നു, ബ്ലാക്ക് ഡെത്ത് വന്നു. ഇതൊക്കെ വന്നതോടുകൂടി ജനങ്ങൾ കൂടുതൽ പട്ടിണിയിലേക്ക് പോവുകയും അത് അവരെ കൂടുതൽ സ്ട്രോങ് ആക്കുകയും ചെയ്തു. അപ്പൊ ആളുകൾ കൂടുതലായിട്ട് ഈ ഷീപ്പ് ഫാമിംഗ്, എന്താണ്, കാലി വളർത്തൽ എന്നുള്ള മേഖലയിലേക്ക് മാറി. കാലി വളർത്തലൊക്കെ ചെയ്ത് അവർക്ക് അപ്പൊ ഇവിടെ ഉണ്ടാക്കുന്ന വസ്തുക്കള് ട്രേഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, അല്ലെ? കച്ചവടം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു രാജ്യത്ത് തന്നെ വിൽക്കാവുന്നതിന് ഒരു പരിധിയുണ്ട്. അതിനുശേഷം അവരെന്ത് ചെയ്യും? നല്ല ലാഭത്തിന് വേണ്ടി വിൽക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പോ ഷീപ്പ് ഫാമിംഗ് പോലെയുള്ള കാര്യങ്ങള്, ട്രേഡിങ് കൂടുതലും കൂടി ഒരു ഗ്രോത്ത് അതിനുണ്ടായി. ഇങ്ങനെ ആളുകൾ കൃഷി ചെയ്തൊക്കെ മറ്റു സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വിൽക്കുമ്പോഴൊക്കെ അവിടെ ഒരു ട്രേഡ് ഗ്രോത്തിനൊപ്പം എന്താണ്, ഒരു എക്കണോമിക് ചേഞ്ചും കൂടി നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ കൃഷിയൊക്കെ ചെയ്ത് ഒരുപാട് വസ്തുക്കൾ ഉണ്ടെങ്കിൽ വിൽക്കുമ്പോൾ ഒരുപാട് പൈസ കിട്ടും, അല്ലെ? അപ്പൊ എക്കണോമിക്കലി ഈ പാവപ്പെട്ട കർഷകരുടെ ജീവിതത്തിന് വലിയൊരു മാറ്റം ഉണ്ടായി. അതുപോലെ തന്നെ പൊളിറ്റിക്കലിയും പല മാറ്റങ്ങളും ഉണ്ടായി. പൊളിറ്റിക്കലി എന്തായിരിക്കാം റീസൺ? കാരണം വാർ ഓഫ് റോസസ്, അല്ലെ? നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ ഫസ്റ്റ് പഠിച്ചത് വാർ ഓഫ് റോസസ് ആണ്. എന്താണ്? രാജാക്കന്മാർ തന്നെ ഒരു ഇന്റേണൽ സിവിൽ വാർ ആയിരുന്നു അത്, അല്ലെ? ഒരു ആഭ്യന്തര കലാപം. അത് മാറിയത് എങ്ങനെയാണ്? ട്യൂഡർ ഡൈനാസ്റ്റി വരുന്നതോട് കൂടിയിട്ടാണ്. ട്യൂഡേഴ്സ് എന്നുള്ള വിഭാഗം രാജാവായിട്ട് വരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ഈ പ്രശ്നം സോൾവ് ആവുന്നത്. അപ്പോൾ ട്യൂഡേഴ്സ് എന്നുള്ള ആ ഒരു കർത്തവ്യം, അവര് ഭരണം നടത്തുന്നവരെ ട്യൂഡർ റെയിന് എന്തുണ്ടാക്കി? ഒരു പുതിയ തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ സെറ്റപ്പാണ് ഉണ്ടാക്കിയത്. അതൊരു പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കി. അത്രയും കാലം ഞാനാണ് ഒരു രാജാവ്, നിങ്ങളാണ് ഒരു രാജാവ് എന്നുള്ള പ്രശ്നമൊക്കെ മാറി കറക്റ്റ് ഒരു രാജാവ് ആ നാട്ടിലുണ്ടായി. അതാണ് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. അതിനുശേഷം എന്താണ്, ഇംഗ്ലണ്ടിൽ ട്യൂഡേഴ്സിന്റെ ഭരണമാണ് ഉണ്ടാകുന്നത് 1485 തൊട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ മിഡീവിയൽ സൊസൈറ്റീന്റെ മോഡേൺ പീരിയഡിലേക്കുള്ള മാറ്റത്തിന് വഴിതെളിച്ചു. ഇതൊക്കെ റീസൺ ആണ്. പൊളിറ്റിക്കലി നോക്കുമ്പോൾ ട്യൂഡേഴ്സിന്റെ ഭരണം, അതുപോലെ തന്നെ എക്കണോമിക്കൽ ഗ്രോത്ത് ബൈ ഫാമിംഗ് ഒക്കെയുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് അവരുടെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ, ജോഗ്രഫിക്കൽ ഡിസ്കവറീസ് പറയാം. ഓക്കെ, അപ്പോൾ അത്രയും കാലം എങ്ങനെയാണ് സാധനങ്ങളൊക്കെ കൊണ്ടുപോയിരുന്നത്? കരമാർഗമാണ്. കരമാർഗം വലിയ പാതകൾ ഉണ്ടായിരുന്നു, റോഡ് വഴി എന്താണ് തലച്ചുമടായും മൃഗങ്ങളെ ഉപയോഗിച്ചൊക്കെയാണ് കൊണ്ടുപോയിരുന്നത്. പക്ഷെ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോൺസ്റ്റാന്റിനോപ്പിള് തുർക്കികൾ പിടിക്കുന്നത് വരെ ഇത് നല്ല രീതിയിൽ പോയി. കോൺസ്റ്റാന്റിനോപ്പിള് തുർക്കികൾ പിടിച്ചടക്കിയതോടുകൂടി പഴയ പാതകള്, പണ്ട് സാധനങ്ങൾ കൊണ്ടുപോയിരുന്ന റൂട്ട് ഇല്ലാണ്ടായി. കാരണം എന്താണ്? ഇപ്പൊ ഒരു രാജ്യം ഞങ്ങളുടെ രാജ്യത്ത് കൂടെ പോണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോകാൻ പറ്റില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി. അതോടുകൂടി എന്തുണ്ടായി? ഇവർക്ക് സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ അവര് കണ്ടുപിടിച്ച ഒരു വഴിയാണ് കടൽ മാർഗം. ഓക്കെ, കടൽ മാർഗം, അതായത് സീ വേയിലൂടെ പോവാം, അല്ലെ? കരയിലല്ലേ പോകാൻ പറ്റത്തെ, കടലിൽ പോവാമല്ലോ എന്നുള്ള അർത്ഥത്തില് ഇവര് സീ റൂട്ട്സ് കണ്ടെത്തി. അങ്ങനെ മിഡീവിയൽ ട്രേഡ് വാസ് ക്യാരിഡ് ഓൺ ത്രൂ ദ Mediterranean Sea and was monopolized by the Italian cities of Venice and Genoa. അപ്പോൾ ഇതെന്തുണ്ടാക്കി? മെഡിറ്ററേനിയൻ സീയിലൂടെയുള്ള യാത്രകൾ കൂടുതലായിട്ട് വർദ്ധിച്ചു. അതോടുകൂടി ഇറ്റാലിയൻ സിറ്റീസ് ആയിട്ടുള്ള വെന്നീസ്, ജനോവ എന്ന് പറയുന്ന പ്രദേശങ്ങളൊക്കെ കൂടുതലായിട്ട് ഒരു ട്രേഡ് കുത്തകകളായിട്ട് മാറി. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, അപ്പൊ ഇറ്റാലിയൻസ് കൂടുതൽ പണക്കാരായി. കാരണം ഇംഗ്ലണ്ടിൽ നിന്ന് വരുന്ന സാധനങ്ങൾ ഇറക്കുന്നത് ഇറ്റലിയിലാണ്, ഇറ്റലിയിലെ വെനീസിലും ജനോവയിലാണ്. അവിടുത്തെ ആൾക്കാർ കൂടുതലായിട്ട് കാശ് പിരിക്കാനൊക്കെ തുടങ്ങിയതോടുകൂടി ഇവരെന്ത് ചെയ്തു? ഇറ്റാലിയൻസ് ഹൈ പ്രൈസസ് മേടിക്കാൻ തുടങ്ങി. ഇതെന്ത് ചെയ്തു? ഇംഗ്ലണ്ടിന് കൂടുതൽ വിഷമം ഉണ്ടാക്കും, അല്ലെ? കാരണം എന്താണ്? അവർക്ക് ഓൾറെഡി ഇത് വിൽക്കാൻ കഷ്ടപ്പെടുകയാണ്. അപ്പോഴാണ് ഇവരിങ്ങനെ പൈസ കൂട്ടുന്നത്. അപ്പൊ എന്ത് ചെയ്തു? ഇവരുടെ ഉള്ളിലുള്ള, ഇംഗ്ലണ്ടുകാരുടെ ഉള്ളിലുള്ള ആ സ്പിരിറ്റ് ഓഫ് അഡ്വെഞ്ചർ, ഓക്കെ, ആ ഒരു സാഹസികത, അതുപോലെ തന്നെ ആ ഒരു എക്സ്പ്ലോറേഷൻ എന്നുള്ള ആ ഒരു ടാലന്റ് പുറത്തു വരികയാണ്. അങ്ങനെ ഇവരെന്ത് ചെയ്തു? പുതിയ ലാൻഡുകളും പുതിയ റൂട്ടുകളും കണ്ടുപിടിക്കാനായിട്ട് കടലിലൂടെ യാത്ര ചെയ്യാൻ തുടങ്ങുകയാണ്. അങ്ങനെയാണ് കോമ്പസ് കണ്ടുപിടിക്കുന്നത്. കോമ്പസ് അറിയാലോ, വടക്ക് നോക്കി യന്ത്രം. അതൊക്കെ കണ്ടുപിടിക്കുന്നത് ഈ ഒരു പീരിയഡിലാണ്. ഓക്കെ, അപ്പോൾ വെറും ഒരു ട്രേഡ് മാത്രമായിരുന്നില്ല ആരുടെ ലക്ഷ്യം? ഇംഗ്ലണ്ടിലെ ജനങ്ങളുടെ, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ ഒരു വിഭാഗത്തിന്റെ ആവശ്യം. അവർക്ക് അതിന്റെ ഒപ്പം തന്നെ
സ്പ്രെഡ് ഓഫ് ക്രിസ്ത്യാനിറ്റി എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. അതായത് കച്ചവടം നടത്തുന്നതിലൂടെ മിഷണറീസിനെ ആ രാജ്യത്തേക്ക് കൊണ്ടുപോവുകയും അവിടുത്തെ ജനങ്ങളെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൊണ്ടുവരുന്നതും ഒരു ലക്ഷ്യമായിരുന്നു. അങ്ങനെയാണ് കേരളത്തിലും ക്രിസ്ത്യാനിറ്റി ഒക്കെ വരുന്നത്. ഓക്കെ, ബ്രിട്ടീഷുകാർ വന്നു, അതുപോലെ തന്നെ ചർച്ച് മിഷണറികളൊക്കെ വന്നിട്ടാണ് അവിടെ സ്പ്രെഡ് ആവുന്നത് ക്രിസ്ത്യാനിറ്റി. ഓക്കെ, അങ്ങനെ ട്രേഡിനോടൊപ്പം ക്രിസ്ത്യാനിറ്റിയും കൂടി സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ഇവർ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ എന്ത് ചെയ്തു, കോമ്പസ് കണ്ടുപിടിക്കുകയും ചാർട്ടുകളും മാപ്പുകളൊക്കെ വരയ്ക്കാൻ വേണ്ടി തുടങ്ങി. മാപ്പുകളൊക്കെ അറിയാലോ, പണ്ടുള്ള ആൾക്കാർ മാപ്പൊക്കെ വരച്ചാണ് പോവുക, കടലിന്റെ ഏതൊക്കെ സൈഡിലാണ് ഏതൊക്കെ സ്ഥലങ്ങൾ എന്നറിയാൻ വേണ്ടി. ഓക്കെ, അങ്ങനെ ഇനി നമ്മൾ അവരുടെ ഡിസ്കവറിയാണ് പറയാൻ പോകുന്നത്. എന്തൊക്കെ ഡിസ്കവറി, ആരൊക്കെയാണ് നടത്തിയത്. അങ്ങനെ പോർച്ചുഗലിലാണ് എന്താണ് എക്സ്പ്ലോറേഷന്റെ ആദ്യത്തെ രാജ്യം. എക്സ്പ്ലോറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പോർച്ചുഗലിലാണ്. പോർച്ചുഗലിലെ രാജാവായിട്ടുള്ള പ്രിൻസ് ഹെൻറി ദ നാവിഗേറ്റർ ആദ്യം എന്ത് ചെയ്യുന്നു, സ്പെയിൻ കണ്ടുപിടിക്കുന്നു. ഓക്കെ, അതിനുശേഷം ബാർത്തലോമ്യോ ഡയസ് ആണ് ആഫ്രിക്കയിലെത്തുന്നത്. ഏത് വർഷം? 1481. ആ പ്രദേശത്തെയാണ് അദ്ദേഹം എത്തിയ ആ പ്രദേശത്തിനാണ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് അറിയപ്പെടുന്നത്. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് പറയുന്നത് ആഫ്രിക്കയിലുള്ള ഒരു സ്ഥലമാണ്. അവിടെയാണ് ബാർത്തലോമ്യോ ഡയസ് ആദ്യമായിട്ട് എത്തുന്നത്. പിന്നെ ഇറ്റാലിയൻ ക്യാപ്റ്റൻ ആയിട്ടുള്ള ക്രിസ്റ്റഫർ കൊളംബസ്, ജനോവ എന്ന് പറയുന്നത് ഇറ്റലിയിലെ സ്ഥലമാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. അവിടുത്തെ ഒരു നാവിഗേറ്റർ ആണ് ക്രിസ്റ്റഫർ കൊളംബസ്. അദ്ദേഹം ഇന്ത്യയിലേക്കുള്ള റൂട്ട് തെറ്റിയിട്ട് 1492 പുതിയ സ്ഥലം കണ്ടെത്തുകയും അത് പിന്നീട് അമേരിക്കയിലേക്ക്, അദ്ദേഹത്തിന്റെ യാത്ര അമേരിക്കയിലേക്കാണ് വഴിമാറി പോകുന്നത്. പിന്നീട് 1497 ജോഹാൻ കൊബോട്ട് എന്ന് പറയുന്ന ഇറ്റാലിയൻ സെയിലർ ഹെൻറി സെവൻത്തിന്റെ സഹായത്തോടു കൂടി റീച്ച്ഡ് ന്യൂ ഫൗണ്ട് ലാൻഡ്, സ്ഥലപ്പേരില്ലാത്ത ന്യൂ ഫൗണ്ട് ലാൻഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തുന്നു. അത് പിന്നീട് നോർത്ത് അമേരിക്ക ആയിട്ട് മാറുന്നു. പിന്നീട് വാസ്കോഡ ഗാമ എന്ത് ചെയ്യുന്നു, ഇന്ത്യയിലേക്ക്, ലിസ്ബണിൽ നിന്നും ഇന്ത്യയിലേക്ക് യാത്ര പോകുന്നു. അദ്ദേഹം കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പും കടന്ന് എങ്ങോട്ടെത്തുന്നു, കാലിക്കറ്റിലെത്തുന്നു. അങ്ങനെ വെസ്റ്റേൺ കോസ്റ്റ് ഓഫ് ഇന്ത്യ, അങ്ങനെ ഇന്ത്യയിലെത്തുന്ന ആദ്യത്തെ പോർച്ചുഗീസ് ക്യാപ്റ്റനാണ് വാസ്കോഡ ഗാമ. അദ്ദേഹം കാലിക്കറ്റിലാണ് എത്തുന്നത്. അദ്ദേഹം യാത്ര തുടങ്ങിയത് ലിസ്ബണിൽ വെച്ചിട്ടാണ്. ഓക്കെ, 1498 അദ്ദേഹം എത്തുന്നതെന്ന് അറിയുക. In 1499, the Italian adventurer Americo Vespucci, a native of Florence, claimed that to have discovered a new world. Okay, അപ്പൊ അമേരിക്കോ വെസ്പൂച്ചി എന്ന് പറയുന്ന വ്യക്തി, ഫ്ലോറൻസുകാരനായിട്ടുള്ള വ്യക്തി എന്ത് ചെയ്തു, പുതിയൊരു ന്യൂ ലാൻഡ് എന്ന് പറയുന്ന ഒരു സ്ഥലം കണ്ടുപിടിച്ചു. 1499 പിന്നീടാണ് ഇതെന്ത് ചെയ്യുന്നത്, ഈ സ്ഥലത്തിന് അമേരിക്ക എന്ന് പേരിടുന്നത്. അമേരിക്കോ വെസ്പൂസി വന്നതിന് ശേഷമാണ് അമേരിക്ക എന്നുള്ള പേര് വരുന്നത്. ക്രിസ്റ്റഫർ കൊളംബസ് അവിടെ എത്തിയെങ്കിലും അദ്ദേഹം എത്തിയത് നോർത്ത് അമേരിക്കയിലാണ്. ഓക്കെ, പിന്നീട് എന്താ ഉണ്ടാവുന്നത്, പിന്നീട് 1519 പോർച്ചുഗീസ് ക്യാപ്റ്റൻ ആയിട്ടുള്ള ഫെർഡിനാൻഡ് മെഗല്ലൻ എന്ത് ചെയ്യുന്നു, അമേരിക്കയിൽ നിന്നും ഏഷ്യയിലേക്കുള്ള റൂട്ട് കണ്ടുപിടിക്കുന്നു. ഫെർഡിനാൻഡ് മെഗല്ലൻ ആണ് എന്ത് ചെയ്യുന്നത്, അമേരിക്കയിൽ നിന്ന് ഏഷ്യയിലേക്കുള്ള റൂട്ട് കണ്ടുപിടിക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം ഫിലിപ്പീൻസ് എന്ന് പറയുന്ന രാജ്യം കണ്ടുപിടിച്ചു. അങ്ങനെ എന്ത് ചെയ്തു, ഈ ഗ്ലോബ് മൊത്തം ഒരു ഡിസ്കവറീസ് ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ യൂറോപ്യൻസിന് എന്താണ്, നല്ലൊരു നോളജ് ഇതുവഴി ഉണ്ടായി അല്ലെ. നമ്മൾ ഓരോ പുതിയ സ്ഥലം കാണുമ്പോഴും പുതിയ നോളജുകളാണ് എത്തുക. അപ്പൊ ഇംഗ്ലണ്ടിന് കൂടുതലായിട്ട് യൂറോപ്യൻസിന് ലോകത്തെക്കുറിച്ചും ലോകത്തിന്റെ ഷേപ്പിനെ കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടാവാൻ തുടങ്ങി. ഇനി നമ്മൾ ഇതിന്റെ റിസൾട്ടാണ് പറയാൻ പോകുന്നത്, എക്സ്പ്ലോറേഷന്റെ റിസൾട്ട്. ആദ്യത്തെ റിസൾട്ട് എന്ന് പറയുന്നത് ഈ യൂറോപ്യൻ കൊമേഴ്സ് അണ്ടർവെന്റ് എ ഗ്രേറ്റ് ചേഞ്ച്. അതായത് 15th and 16th സെഞ്ചുറിയിലൊക്കെ ഇങ്ങനെ ഡിസ്കവറീസ് നടന്നുകൊണ്ടേയിരിക്കുകയാണ്, പുതിയ പുതിയ പ്രദേശങ്ങൾ. അപ്പൊ എന്താണ്, ഓട്ടോമാറ്റിക്കലി ട്രേഡ് വർദ്ധിക്കും, ഈ നാടുകളിലേക്കൊക്കെ സാധനങ്ങൾ എത്തിക്കാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ ഇവരുടെ കൊമേഴ്സ് രംഗത്ത് വലിയൊരു മാറ്റം തന്നെ ഉണ്ടായി. അതുപോലെ തന്നെ ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രീസ് ഫോം ചെയ്തു. ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രീസ് എന്താണ്, അതായത് ഇവർ കടൽ മാർഗമാണ് യാത്ര ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, കടലിൽ പോകുമ്പോൾ എന്താവശ്യമാണ്, കപ്പലുകൾ ആവശ്യമാണ്. വലിയ വലിയ കപ്പലുകളായിരിക്കാം വേണ്ടി വരിക, എല്ലാ സൗകര്യങ്ങളുള്ള. അതുകൊണ്ട് തന്നെ കപ്പൽ ഇൻഡസ്ട്രിക്ക് വലിയൊരു സ്റ്റിമുൽ, എന്താണ്, ഒരു ഉത്തേജനമാണ് ഉണ്ടായതെന്ന് അറിയുക. അവർ വലിയ വലിയ സ്ട്രോങ് ആയിട്ടുള്ള ഷിപ്പുകൾ നിർമ്മിക്കാൻ വേണ്ടി തുടങ്ങി. അതുപോലെ തന്നെ
ഈ ഒരു ഈ ഒരു കാലഘട്ടത്തെ മോഡേൺ പീരിയഡിനെ വേണമെങ്കിൽ നമുക്ക് എറ ഓഫ് ഗ്രേറ്റ് മാരിടൈം കൊമേഴ്സ് എന്നും കൂടി പറയാം. സോ ദ ഹിത്തറോ ടു മെഡിറ്ററേനിയൻ ഹാഡ് ബീൻ സെന്റർ ഓഫ് യൂറോപ്യൻ കൊമേഴ്സ്. എന്താണ്, മെഡിറ്ററേനിയൻ സീ ആണ് ഈ ഒരു യൂറോപ്യൻ കൊമേഴ്സിന്റെ സെന്ററായി തന്നെ കരുതപ്പെട്ടിരുന്നത്. ഓക്കെ, the countries open to the Atlantic like England, Spain, Portugal became the chief trading nations in the world. അതുകൊണ്ട് തന്നെ ഇതിന്റെ പരിസരത്തുള്ള രാജ്യങ്ങളായിട്ടുള്ള ഇംഗ്ലണ്ട്, സ്പെയിൻ, പോർച്ചുഗലിലൊക്കെ എന്തായിട്ട് മാറി? ചീഫ് ട്രേഡിംഗ് നേഷൻസ് ആയിട്ട് മാറി. ലോകത്തിലെ തന്നെ കച്ചവട രാജ്യങ്ങളായിട്ട് ഇംഗ്ലണ്ടും സ്പെയിനും പോർച്ചുഗലും മാറി. അപ്പോൾ ഇൻഡസ്ട്രീസിന്റെ ഒരു ഗ്രോത്ത് ഉണ്ടായി, കൊമേഴ്സിന്റെ ഗ്രോത്ത് ഉണ്ടായി, അതുപോലെ തന്നെ റൈസ് ഓഫ് ആൻ ഇന്റലക്ച്വൽ മിഡിൽ ക്ലാസ് ഇൻ യൂറോപ്പ്. കുറച്ചും കൂടി ബുദ്ധിപരമായിട്ടുള്ള കുറച്ചും കൂടി നോളജ് ഉള്ള ഒരു മിഡിൽ ക്ലാസ് വിഭാഗം യൂറോപ്പിൽ ഇതുവഴി ഫോം ചെയ്തു. അവർക്ക് എന്തുണ്ടാക്കാൻ പറ്റി? പൊളിറ്റിക്കലിയും കൾച്ചറലിയും പലതരത്തിലുള്ള മൂവ്മെന്റ്സ് ഉണ്ടാക്കാൻ പറ്റി. മാത്രമല്ല, റൈസ് ഓഫ് ന്യൂ മിഡിൽ ക്ലാസ് കോൺട്രിബ്യൂട്ടഡ് ദ റോയൽ അബ്സല്യൂഷൻ ബൈ ഹെൽപ്പിംഗ് ദ കിങ്സ് ആൻഡ് ക്വീൻസ് ടു നോബിലിറ്റി ആൻഡ് ദ ചേർച്ച്. അതുകൊണ്ട് തന്നെ ഈ പുതിയതായിട്ടുണ്ടായ മിഡിൽ ക്ലാസ്സിന് എന്ത് ചെയ്യാൻ പറ്റി? കിങ്ങിനെയും അതുപോലെ തന്നെ ചേർച്ചിനെയും ഒക്കെ ഹെൽപ്പ് ചെയ്യാനുള്ള പവർ ഉണ്ടായി എന്നാണ് പറയുന്നത്. ദ എക്സ്പാൻഷൻ ഓഫ് യൂറോപ്പ് വാസ് ദി റൈസ് ഓഫ് ക്യാപിറ്റലിസം. അപ്പൊ ഈ യൂറോപ്പിന്റെ ഈ ഒരു വളർച്ച, എക്സ്പാൻഷൻ എന്ന് പറയുന്നത് എന്തിലേക്ക് നയിച്ചു? ക്യാപിറ്റലിസത്തിലേക്ക് നയിച്ചു. ഓക്കെ, എല്ലാത്തിനും മുകളിൽ ഒരു ക്യാപിറ്റലിസം, മുതലാളിയായി മാറാനുള്ള രീതിയിലേക്ക് മാറി. സോ ദ യൂറോപ്യൻ കൊളോണൈസേഷൻ സ്പ്രെഡ് ഇൻ വെസ്റ്റേൺ സിവിലൈസേഷൻ ആൻഡ് ക്രിസ്ത്യാനിറ്റി ദ ഫാദർ കമേഴ്സ് ഓഫ് ദ വേൾഡ്. അപ്പൊ ഈ യൂറോപ്പിന്റെ ഈ ഒരു ഡിസ്കവറി എന്നുള്ള ഒരു കാര്യം എന്തിലേക്ക് നയിച്ചു? യൂറോപ്പിന്റെ കോളനികളായിട്ട് മറ്റു രാജ്യങ്ങളെ മാറ്റാനും അതോടൊപ്പം തന്നെ അവരുടെ സിവിലൈസേഷൻ, അവരുടെ കൾച്ചർ നമ്മളിലേക്ക് എത്തിക്കാനും ക്രിസ്ത്യാനിറ്റി എത്തിക്കാനും കൂടി അവർക്ക് സാധിച്ചു എന്ന് മനസ്സിലാക്കാം. ഇതാണ് ഇതിന്റെ റിസൾട്ടുകൾ. റിസൾട്ട് എന്ന് പറയുന്നത് ഒന്ന് ഷിപ്പ് ഇൻഡസ്ട്രി ആണ്, പിന്നെ എന്ന് പറയുന്നത് ഇന്റലക്ച്വൽ മിഡിൽ ക്ലാസ്, അതുപോലെ തന്നെ ക്യാപിറ്റലിസം, അതുപോലെ തന്നെ ക്രിസ്ത്യാനിറ്റിയുടെ സ്പ്രെഡ്. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ ഓർത്തു വെക്കാം. ഓക്കെ, താങ്ക് യു.